കുട്ടികൾക്ക് ചെറുതിലേ കൊടുക്കേണ്ട ആരോഗ്യപരമായിട്ടുള്ള പരിശീലനത്തെക്കുറിച്ച് ശ്രീമദ് സ്വാമി ജഗദാത്മാനന്ദ ചെന്നൈ ഓൾ ഇന്ത്യ റേഡിയോയുടെ കുട്ടുവാദ്യ വിദഗ്ധനായ ശ്രീ നരസിംഹന്റെ ഒരു പ്രായോഗിക അനുഭവത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരും. കാരണം കുട്ടികൾക്ക് ചെറുതിലേ തന്നെ നല്ല പരിശീലനം അധ്യാപകരുടെ ഭാഗത്ത് നിന്ന്, മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുമ്പോൾ ചെറിയ വീഴ്ചകൾക്ക് പോലും വഴക്കും ശാസനയും ദേഷ്യഭാവവും കാണിക്കാതെ അവരെ നല്ല രീതിയിൽ അതിലേക്ക് ഇഷ്ടത്തിലേക്ക് കൊണ്ടുവന്നാൽ ശരാശരി ബുദ്ധിയുള്ള കുട്ടികൾ പോലും ആ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ അവരുടെ കഴിവുള്ള സബ്ജക്റ്റിൽ ഏറ്റവും മിടുക്കന്മാരായി തീരുമെന്ന് ശ്രീ നരസിംഹന്റെ പ്രായോഗിക അനുഭവത്തിലൂടെ ഒരു ഉദാഹരണത്തിലൂടെ ചൂണ്ടിക്കാട്ടിത്തരും. 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ എങ്ങനെ സംഗീതത്തിൽ വിദഗ്ധനാക്കി തീർക്കാമെന്ന് ഒരു പ്രായോഗിക അനുഭവം അദ്ദേഹം പറഞ്ഞു തരുന്നതായിട്ട് സ്വാമി പറയുന്നു. 3 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ചെവിയിൽ പരുക്കൻ ശബ്ദങ്ങളൊന്നും കേൾപ്പിക്കാതെ മധുരമായിട്ട് സ്നേഹപൂർണമായിട്ടുള്ള സംഭാഷണങ്ങൾ മാത്രം കുഞ്ഞിൻ്റെ ചെവിയിലേക്ക് കേൾപ്പിക്കുക. അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. പരുക്കനായിട്ടുള്ള ഒരു ശബ്ദങ്ങളും ആ കുട്ടിയുടെ ചെവിയിലേക്ക് കേൾപ്പിക്കാതെ കഴിക്കുമ്പോഴും കളിക്കുമ്പോഴും എല്ലാം സംഗീതം കലർന്ന രീതിയിൽ ഇഷ്ടത്തോടെ അതിനോട് കുട്ടി എങ്ങനെ പ്രതികരിക്കുന്നു, കുട്ടിക്ക് അതിന് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് വീണ്ടും വീണ്ടും ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്ത് 4-ാം മാസം 5-ാം മാസം 6-ാം മാസം മുൻപോട്ട് സംഗീതത്തിൻ്റെ ഓരോ രാഗങ്ങൾ കൂടി കുട്ടികളെ കേൾപ്പിച്ചു കൊടുത്താൽ, കാരണം സംഗീതവുമായിട്ട് യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത മാതാപിതാക്കളുടെ ഒരു കുട്ടിയെ ഏറ്റവും മികച്ച സംഗീത വിദഗ്ധനാക്കി തീർക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ഒരു പ്രായോഗിക അനുഭവം കൂടി ഉണ്ടായിട്ടുള്ളതായിട്ട് സ്വാമി പറയുന്നു. കാരണം അപ്പോൾ ഇതിലൂടെ ഒരു സംഗീതത്തിൽ മിടുക്കനായ ഒരു കുട്ടിയിൽ താല്പര്യം ജനിപ്പിച്ചു. കാരണം നിർബന്ധിച്ചിട്ടല്ല, ആ താല്പര്യം വന്നു. കുട്ടി ആ രാഗത്തിലേക്ക് നല്ല രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടിയെ പാട്ട് പഠിപ്പിക്കാൻ ചെറുതിലെ തന്നെ ശീലമാക്കി. ഇതുപോലെയാണ് കുട്ടികൾക്ക് പൈതൃകപരമായിട്ട് അല്ലെങ്കിൽ ഒന്നും തന്നെ യാതൊരു പാരമ്പര്യവും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും കുട്ടികൾ എപ്പോഴും രാജ്യത്തിൻ്റെ സമ്പത്താണ്. നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് കുട്ടികൾ. അപ്പോൾ അവർക്ക് ഏതൊരു മേഖലയിലായാലും വളരെ ചെറുതിലെ മുതലേ നല്ല കാര്യങ്ങൾ മാത്രം ശീലിപ്പിച്ച് ഓരോ വിവിധ മേഖലകളിൽ അവരുടെ ഇഷ്ടം കൂടി തിരിച്ചറിഞ്ഞ് അവർക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നല്ല ശീലങ്ങൾ വളർത്തിയെടുത്താൽ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് കുട്ടികളുടെ ഭാവി. നല്ല ശീലങ്ങൾ ചെറുതിലേ വളർത്തിയെടുത്ത് നല്ലത് മാത്രമാണ് അവർ കാണുന്നതെങ്കിൽ അവർ നല്ല വഴിക്ക് മാത്രമേ പോവുകയുള്ളൂ. അതേസമയം ചെറുതിലെ തൊട്ട് അടിയ്, വഴക്ക്, മദ്യപാനം ഇതൊക്കെ വീടുകളിൽ കണ്ട് വളർന്നാൽ തെറ്റായ മാർഗത്തിലേക്ക് കുട്ടികൾ പോകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു കുട്ടിയെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിയുടെ അടിത്തറ കെട്ടിക്കൊടുക്കേണ്ടവരാണ് നമ്മൾ മാതാപിതാക്കളും സമൂഹത്തിലുള്ളവരും അധ്യാപകരും. ഒരു കുട്ടി പോലും രാജ്യത്തിനോ ആ കുട്ടിയുടെ സ്വന്തം എന്താണ് അവൻ്റെ ഭാവി എന്താണെന്ന് തിരിച്ചറിയാത്ത വിധം അവൻ്റെ നല്ല സമയങ്ങൾ കളയാതെ ഏറ്റവും മിടുക്കന്മാരും സമർത്ഥന്മാരുമാക്കാൻ ഇനിയുള്ള തലമുറയെ വാർത്തെടുക്കാൻ നിങ്ങൾ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഇത് നിങ്ങളുടെ ഇളയ കുട്ടികൾക്ക് ഒരു നല്ലൊരു വാക്ക്, ഒരു മോട്ടിവേഷൻ കൊടുത്ത് അവരെ ഭാവിയിലെ മിടുക്കന്മാരാക്കി ലോകസമാധാനത്തിനും ലോകത്തിൻ്റെ മുന്നോട്ടുള്ള ഭാവിക്കും സമാധാനവും സന്തോഷവും സൗഹൃദവും നിറഞ്ഞ ആരോഗ്യപരമായിട്ടുള്ള ഒരു ലോകത്തെ വാർത്തെടുക്കാൻ നമുക്ക് ശ്രമിക്കാം.